ഒരാളൊരു റോൾ മോഡൽ ഉണ്ടായിരുന്നു, ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ എന്ന് മുന്നോട്ട് നോക്കുന്ന ഒരാളുണ്ടായിരുന്നു? ഞാൻ ജയപ്രകാശ് നാരായണനെയാണ് വലിയൊരു അന്ന് ജീവിച്ചിരുന്ന ആളുകൾ മഹാത്മാഗാന്ധിയുടെ ഇതുള്ളപ്പോൾ തന്നെയും ജയപ്രകാശ് നാരായണൻ പ്രധാനമായും രാഷ്ട്രീയ രംഗത്തെ അഴിമതിക്കെതിരെയുള്ള വലിയ യുദ്ധം നടത്തി ജയിലിൽ കിടന്നുള്ളത്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്ന് വിദ്യാർത്ഥികളെ 2-3 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ അഴിമതിക്കെതിരെ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തു. അന്നത്തെ ഒരു റോൾ മോഡൽ ജയപ്രകാശ് നാരായണനായിരുന്നു. ഞാൻ പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഒരു ഗുരുതുല്യം കണ്ടിരുന്നത് പി വിശ്വംഭരൻ എന്ന ആളിനെയാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലില്ല, സജീവ രാഷ്ട്രീയത്തിലില്ല. ഒരു ഗുരുസ്ഥാനീയനായി കണ്ടിരുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തിന് ഒത്തിരി ഉപദേശങ്ങളും, അദ്ദേഹത്തിന് വലിയ കർക്കശക്കാരനാണ്, ദേശീയക്കാരനാണ്. എന്നാൽ പോലും ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനം, ഒരു പ്രിൻസിപ്പിളും ഒരിക്കലും ബലികഴിക്കാത്ത പ്രവർത്തനം, അദ്ദേഹത്തിൽ നിന്നാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൽ കൂടുതൽ അത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. കുടുംബത്തിനെ കുറിച്ച്, ഭാര്യയും 2 കുട്ടികളാണല്ലേ? എന്താ ചെയ്യുന്ന കുട്ടികളുള്ള? മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇളയ മോള് 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ് പഠിക്കും. സർക്കാർ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ ഒരു AD സ്കൂളിൽ കൊണ്ടിട്ട് തിരുവല്ല ടു തിരുവനന്തപുരം ബാക്ക് ടു തിരുവല്ല, ഇങ്ങനെ ഒരു ഇത് ഷിഫ്റ്റ് വന്നുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് അതിലൊന്നും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പ്രോബ്ലം ഇല്ല? അല്ല, ഞാൻ മിനിസ്റ്ററായി വരുന്നതിന് മുമ്പ് തന്നെ അവരിവിടെ വന്നിരുന്നു. കാരണം എൻ്റെ ഭാര്യ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വാടക വീട്ടിൽ അവർ താമസമായിരുന്നു മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ, 1 കൊല്ലം മുമ്പ് തന്നെ. അവരെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവരിവിടെ ഉണ്ട്. ഒരു ഒഴിവ് സമയം, അങ്ങനെ ഒരു ഹോബി അങ്ങനെയൊക്കെ ഉണ്ടോ? വായനയാണ് പ്രധാനമായി ഉള്ളത്. എഴുത്ത് തീരെയില്ല. സ്പോർട്സ്, സിനിമ കാണാറുണ്ട്. സ്പോർട്സിൽ കാണാറുണ്ട്. സിനിമ കാണുന്നത് വളരെ വിരളമാണ്. എനിക്ക് തോന്നുന്നു ഈ 3 കൊല്ലത്തിനിടയ്ക്ക് മന്ത്രിയായിരിക്കുമ്പോൾ ഒരു തവണ ഒരു സിനിമയ്ക്ക് പോയതേ ഉള്ളൂ. മന്ത്രി അല്ലാതെ അതിന് ശേഷം ഒരു സിനിമയ്ക്കൂടെ പോയി വീട്ടുകാർ മക്കളെ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോയി. അത്യാവശ്യം കുക്കിങ്ങിൽ ഞാൻ സഹായിക്കാറുണ്ട് ചില കാര്യങ്ങളിൽ. എന്താ സാർ, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ? ഞാനെല്ലാം കഴിക്കും. വെജിറ്റേറിയനെ കൂടുതൽ ഇഷ്ടം. റെഗുലർ ഫുഡിലല്ല, ചില പുഡിങ് അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സഹായിക്കാറുണ്ട്. പക്ഷെ എന്നാലും അല്ലാണ്ട് ശരിക്കും എന്താ പറയുക, ഒരു കാര്യമായിട്ടൊരു അടുക്കള പ്രവർത്തനം പോയി അത് റെഗുലർ അല്ല, വല്ലപ്പോഴും ഒരു വൺസിനെ ബ്ലൂമുണ്ട്. പണ്ട് കുറച്ചുകൂടെ റെഗുലറായിരുന്നു. ഇപ്പോൾ അത് അമ്മയെ കൊച്ചിലെ സഹായിക്കായിരുന്നു കുക്കിങ്ങിൽ. സാറിന് ദേഷ്യമേ വരില്ല എന്ന് എനിക്കറിയാം. തെറ്റാണ്. ദേഷ്യപ്പെട്ട പിന്നെ തണുപ്പിക്കാൻ വലിയ പാടാന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വളരെ വളരെ പ്രാവശ്യം. പക്ഷേ 10 പേര് അറിയാതെ അത് തീർക്കാറുണ്ട്. പിന്നെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ വേണമായിരുന്നു. വലിയ തെറ്റൊക്കെ ചെയ്തേച്ച് മനഃപൂർവ്വമായി ഒഴിപ്പിച്ച് വരുന്ന കാണുമ്പോൾ പല തവണയും ഞാൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പിന്നെ അത് മറ്റാളുകളെ അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുമ്പോൾ വിളിച്ചവരോട് സോറിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തീർന്നു. സാർ മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ കേട്ടിരുന്നു ഇലക്ഷൻ കഴിഞ്ഞ ശേഷം സാർ തിരിച്ച് മന്ത്രിയായിട്ട് വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് എന്നുള്ളത് എനിക്ക് നമ്മൾ പത്രത്തിലൂടെ വായിച്ച് കണ്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ സാറിന് എന്തായാലും നിലപാട് സാറിന് ഇപ്പോഴത്തെ നിങ്ങളെ? എൻ്റെ നിലപാട് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. മന്ത്രിയാകാനായിട്ട് ഞാൻ ആരുടെ മുമ്പിലും അന്നും അപേക്ഷ കൊടുക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തില്ല. സംഘടനാപരമായൊരു തീരുമാനമെടുത്തു. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാനുള്ളൊരു അവസരമായി മന്ത്രിസ്ഥാനം വന്നപ്പോൾ അത് സ്വീകരിച്ചു. അങ്ങനെ സംഘടനാപരമായൊരു തീരുമാനം വന്ന് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവസരമായി വന്നാൽ അവസരമായി അതൊരു ഒരു നല്ല സാമൂഹ്യ ക്രമം ഉണ്ടാകാൻ ഉള്ള ഒരു അവസരം എന്ന നിലയിൽ മാത്രം. പക്ഷേ ഇപ്പോഴത്തെ അതിനുള്ള സാധ്യത പ്രായോഗികമായിട്ട് വളരെ വിദൂരമാണ്. മന്ത്രിയാകുന്നതിൽ ഒരു ആക്രാന്തവും ഇല്ല. സംഘടനാപരമായ തീരുമാനം, രാഷ്ട്രീയ തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ മന്ത്രിയാകാൻ കഴിയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ മന്ത്രിയായ ഘട്ടം മുതൽ തന്നെ ഏത് സമയവും മന്ത്രിസ്ഥാനം ഒഴിവാകും എന്ന ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് സമയവും വളരെ ക്ലിയറായി, ഒരു ഫയൽ പോലും പെൻഡൻസി ഇല്ലാതെ മന്ത്രിയാകാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ ഏതാണ്ട് 2-3 ഫയൽ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് ഒരു ഘട്ടത്തിലും അങ്ങനെ പെൻഡിങ് ആയിട്ട് ഓഫീസിൽ ജോലി ഇടുവായിരുന്നില്ല. സാർ ഇപ്പോൾ ഇത്രയും സമയം തിരക്കിലിപ്പോൾ തിരുവല്ലയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു നിർത്തി എനിക്ക് ഇത്രയും നേരം സമയം തന്നതിൽ സന്തോഷമുണ്ട്. ദേഷ്യപ്പെടുത്താനുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മന്ത്രിയായ ശേഷം കാണാമല്ലോ. ആയെങ്കിൽ